ഒരു കുട്ടി ഏത് പ്രായത്തിൽ ആയോധന കല പഠനം തുടങ്ങണം? 4 വയസ്സിൽ തുടങ്ങാമോ, അതോ 10 വയസ്സ് കഴിഞ്ഞ് മാത്രമേ തുടങ്ങാവൂ? അപ്പോൾ നമ്മളിതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് പ്രായത്തിൽ തുടങ്ങണമെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. നമുക്കൊരു 4 വയസ്സ് മുതൽ 6 വയസ്സിനകത്ത് ഇത് തുടങ്ങാവുന്നതാണ്. എന്നാൽ ആ സമയത്ത് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ ഫൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല. അതിനു പകരം അവരുടെ അച്ചടക്കം, ഏകാഗ്രത, അതുപോലെ തന്നെയാണ് അവരുടെ കോർഡിനേഷൻ, അവരുടെ ബാലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്തുള്ള പ്രാക്ടീസുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ പ്രാക്ടീസിന് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു 7 മുതൽ 7 വയസ്സിന് ശേഷം നമുക്ക് പഞ്ചസ് ഫോക്കസ് ചെയ്യാം, കിക്സ് ഫോക്കസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ മൂവ്മെൻറ്റ്സുകളൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എങ്കിൽ പോലും ഒരു 10 വയസ്സിന് ശേഷമായിരിക്കണം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഏത് പ്രായത്തിൽ തുടങ്ങുന്നു എന്നുള്ളതിനേക്കാളും ഏത് രീതിയിലാണത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ചെറുപ്പത്തിലേ നമ്മൾ കഠിനമായിട്ടുള്ള പ്രാക്ടീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനോടൊരു അകൽച്ചയുണ്ടാവും. അവർ പിന്നീട് ഇതിഷ്ടപ്പെടാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാം. അപ്പോൾ പേരൻസ് ആയാലും അത് മനസ്സിലാക്കി വേണം അക്കാഡമികൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും കുട്ടികളോടൊന്നും മിങ്കിൾ ചെയ്ത് ക്ലാസ് എടുക്കാനുള്ള ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സിൽ കൊണ്ടുപോയതിന് ശേഷം കുട്ടികൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അത് അവരുടെ പ്രശ്നമല്ല. അവർക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ടെക്നിക്സുകൾ പഠിപ്പിക്കുക, അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ പഠിപ്പിക്കുന്നതായിരിക്കും അവർക്ക് താല്പര്യം. അതിലായിരിക്കും അവർ സ്കിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ വേറെ ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് അവർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പോകാവുന്നതാണ്. അതുമല്ല ഒന്ന് ആലോചിച്ച് നോക്കി, 5 വയസ്സുള്ള ആളിനും, അതായത് 5 വയസ്സുള്ള കുട്ടിക്കും 15 വയസ്സുള്ള കുട്ടിക്കും സെയിം സിലബസ് പ്രാക്ടീസ് കൊടുക്കുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുമാത്രമല്ല ശരിയായിട്ടുള്ള രീതിയല്ല. അതുകൊണ്ട് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുട്ടിക്ക് പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രാക്ടീസാണോ ക്ലാസ്സിൽ കൊടുക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള മാർഷ്യൽ ആർട്സ് അറിവുകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക.